ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഇതിൽ ഒന്നാമത്തേതിലൂടെ അർജുനൻ ചോദിക്കുന്നത് പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നിവ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം 2-ലും 3-ലും കൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ ശരീരമാണ് ക്ഷേത്രം. നമ്മുടെ ഈ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ക്ഷേത്രം എന്നല്ല പറയുമ്പോൾ നമ്മൾ വേറെ ഏതോ ദൂരെന്തോ കിടക്കുന്നതെന്ന് ധരിക്കുകയാണ്. അതൊന്നുമല്ല, ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ഈ ശരീരത്തെ ആർക്കാണ് അറിയുക? അത് ഉണ്ടാക്കിയ ആർക്കാണ് അറിയുക? എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്നല്ല അറിയുന്ന ആ ശക്തിവിശേഷം ഉണ്ടല്ലോ. ഒരു കമ്പ്യൂട്ടറിനെ പറ്റി ആർക്കാണ് അറിയുക? ആ കമ്പ്യൂട്ടറിൻ്റെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിക്കാണ് അതിനെപ്പറ്റി പൂർണ്ണ എല്ലാ ബോധ്യവും ഉണ്ടാവുക. അതിലെന്തെല്ലാം ഉള്ളത് എന്നല്ല, എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നല്ല അയാൾക്കാണ് അറിയുക. మరి ഈ ശരീരത്തെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അതിനാണ് അറിയുക ഇതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്, ഇതിനെക്കൊണ്ട് എന്താ ഉദ്ദേശം, ഇതിലെന്തെല്ലാം ഭാഗങ്ങളാണ് ഉള്ളത് എന്നെല്ലാം അറിയുന്ന അതാണ് അതിനെ നിയന്ത്രിക്കാനും പോകുന്നത്. ആ ശക്തിവിശേഷത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അറിയുന്നവൻ, പൂർണ്ണമായ ജ്ഞാനമുള്ളത്. അതാരാണെന്നും പറയുകയാണ്, അത് ഞാനാണെന്നും പറയുകയാണ്. അത് ഞാനാണെന്ന് പറയുന്ന കൃഷ്ണൻ ഈ ദ്വാപരയുഗത്തിലെ കൃഷ്ണനല്ല, ബ്രഹ്മം എന്ന നിലയിലാണ് പറയുന്നത്. ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്, നമ്മളെല്ലാമായിട്ട് മാറിയത്. അവസാനം കൃഷ്ണനായിട്ട് കാലമാകുന്ന കൃഷ്ണനാകും ആ ബ്രഹ്മത്തിനെയാണ്. അവിടെ അപ്പം ബ്രഹ്മത്തിൻ്റെ ലെവലിലേക്ക് ഉയർന്നുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ബ്രഹ്മമാണ് ഈ ശരീരമായി മാറിയത്. അതിനൊരു ലക്ഷ്യമുണ്ട്, ഈ ശരീരം കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പം അത് ആ ശക്തിയാണ് ഞാൻ, അതാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിനെ പറ്റിയുമുള്ള അറിവാണ് ജ്ഞാനം. അപ്പോൾ ഇതിനെപ്പറ്റി, ഈ ശരീരത്തെ പറ്റിയും ഈ ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി അതെന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ആ അറിവാണ് ജ്ഞാനം. ഇതിൻ്റെ 4-5 വേദവ്യാസൻ കൃഷ്ണൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ പറയുകയാണ് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഇവയിലുണ്ടാകുന്ന വിചാരങ്ങൾ എന്നിവയെ പറ്റിയെല്ലാം ഞാൻ ചുരുക്കി പറയാം. എന്നിട്ട് എന്തും പറയുന്നു, ഋഷികൾ പല ഛന്ദസ്സുകളിലൂടെ ഇതിനെ പറ്റിയെല്ലാം വിസ്തരിച്ചിട്ടുണ്ട്. വേദങ്ങളിലെല്ലാം വളരെ വിസ്തരിച്ച് ഋഷികൾ എഴുതി വച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് പറ്റാത്തവർക്ക് വേദങ്ങളിലാണ് എല്ലാം വിവരിച്ച് വെച്ചിരിക്കുന്നത്, 4 വേദങ്ങളിലൂടെ. അതൊന്നും വായിച്ച് മനസ്സിലാക്കാത്തവർക്കാണ് ഈ കഥരൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വേദവ്യാസൻ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മളോട് കഥരൂപത്തിൽ പറഞ്ഞു തരികയാണ്. ഇതാണ് 4 മനുഷ്യൻ. ഇതിൽ 6, 7 എന്നിവയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇനി 6, 7 ക്ഷേത്രം എന്താണെന്ന് പറയുകയാണ്. അപ്പോൾ ക്ഷേത്രം എന്താണെന്ന് വെച്ചാൽ മഹാഭൂതങ്ങൾ, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, അല്ലെങ്കിൽ സൂക്ഷ്മമായ തന്മാത്രകളെ കൊണ്ടെല്ലാം, കെമിസ്ട്രിയുള്ള വസ്തുക്കളെ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പലതര ആറ്റങ്ങൾ, തന്മാത്രകളെല്ലാം യോജിപ്പിച്ചിട്ടാണ്. അതാണ് മഹാഭൂതങ്ങൾ. പിന്നെ അതിൻ്റെ അകത്തുണ്ട് ഒരു ബുദ്ധി എന്നതുണ്ട്. ജീവജാലങ്ങൾ ശരീരത്തിലാണ് ബുദ്ധി എന്നത്. ഞാനെന്ന ബോധത്തിന് കാരണം അതാണ്. ആ ബുദ്ധിയെല്ലാം വരുമ്പോഴാണ് ഞാനെന്ന ബോധം ഉണ്ടാകുന്നത്. പിന്നെ ബുദ്ധിക്ക് കാരണമായ ഒരു പ്രകൃതിയുണ്ട്. പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ ശരീരം പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ഈ ശരീരം. ഈ പ്രകൃതിയിലുള്ള ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം കഴിച്ചിട്ടുണ്ടാകുന്നത് തന്നെയാണ് ഈ ശരീരം. പിന്നെ പ്രകൃതി, പുറത്തുള്ള പ്രകൃതി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രകൃതിയിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതി, ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാക്കാനും പ്രകൃതിയിലെ പുറത്തുമായിട്ട് ബന്ധപ്പെടാൻ കുറച്ച് അവയവങ്ങൾ തന്നിട്ടുണ്ട്. ഏതെല്ലാം ജ്ഞാനേന്ദ്രിയം? കണ്ണും മൂക്കും, പിന്നെ ചെവിയുണ്ട്, വായുണ്ട്, തൊക്കുണ്ട്, സ്പർശിച്ചൊക്കെ. അതിൻ്റെ
അവയവങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം പല കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കയ്യും കാലും വാക്കും പാണി പാദം വായു ഉപസ്ഥം ഇങ്ങനെ കുറച്ച് 5 കർമ്മം ചെയ്യാനുള്ള അവയവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അതെല്ലാം രസം, ഗന്ധം, ഭ്രമം, സ്പർശം, ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, ചേതന, ധൈര്യം എന്നിവയെല്ലാം ഇങ്ങനെ കുറേ വിചാരങ്ങൾ ഇതെല്ലാം കൂടിയതാണ് ഈ ക്ഷേത്രം. അപ്പം നമ്മളീ പറയുന്ന ക്ഷേത്രം, നമ്മളെ മനസ്സിൽ വരുന്ന ക്ഷേത്രത്തിൽ എന്തില്ല? ക്ഷേത്രത്തിന് ദുഃഖമൊന്നുമില്ല. കല്ലുകൊണ്ട് നിർമ്മിച്ച ആ കെട്ടിടത്തിന് എന്ത് ദുഃഖമാണ്? അതിനെന്തിലാണ് സുഖം, ദ്വേഷം, അതിന് ദേഷ്യം പിടിക്കും. ഇതെല്ലാം അങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് ദേഷ്യം പിടിക്കുന്നെല്ലാം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് ശാന്തമാണ്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ദേഷ്യം പിടിക്കാൻ കാരണമില്ല. എന്തുകൊണ്ട്? അത് തന്നെയാണ് ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും അതാണ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ആ കർമ്മം എനിക്ക് എന്ന ചിന്ത ഉപയോഗിച്ചിട്ട് ചിന്ത വെക്കാതെ ചെയ്യാനേ പറയുന്നുള്ളൂ. എന്നെക്കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. എന്നിലൊരു ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുമ്പോൾ ഞാനെന്ന ചിന്ത കളഞ്ഞിട്ട് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ ദൈവത്തിന് ദേഷ്യം പിടിക്കാനൊന്നും, ദൈവത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും. സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ, ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ദൈവത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരുന്ന, ശരിക്കും മധുരമൊന്നും ശരിയായില്ല എന്നുള്ള തോന്നിയ ദേഷ്യം വരുന്നുള്ള പറഞ്ഞാൽ നമ്മളെ അവസ്ഥയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം കണക്കാക്കുന്നത്. ആ ദൈവം ആ ലെവലിലൊന്നും അല്ല. അപ്പം ഇതെല്ലാം ഏതിനെ പറ്റിയാണ്? നമ്മുടെ ശരീരത്തിലെ വിചാരങ്ങളെല്ലാം കൂടിയ ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ചേതനയെ, അതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെ, ഇതിനെല്ലാം കാരണമായ ശക്തി വിശേഷത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അതിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് എന്തെല്ലോ കാട്ടിയാലൊന്നും അത് പൂർണ്ണമാവില്ല. യഥാർത്ഥത്തെ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കാണിക്കൽ നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കണം. ഇനി 8 മുതൽ 12 വരെ നോക്കാം. ഇനി 8 മുതൽ 12 എന്താണ് ജ്ഞാനം എന്ന് പറയുകയാണ്. ശരിയായ ജ്ഞാനം എന്താണ്? ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ ഒഴിവാക്കുക. കാരണം നമ്മളൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ആ ശക്തിയാണ് ഉള്ളിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അഹങ്കാരം ഒഴിക്കുക, ഞാനെന്ന ചിന്ത അങ്ങ് ഒഴിവാക്കുക. ഇതെല്ലാം നമ്മളെ കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ജ്ഞാനം നേടണം. ഞാനെന്ന ചിന്ത പാടില്ല. ആത്മപ്രശംസ, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. ഹിംസ, ഡംപ്. ഹിംസ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടന്നു. കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അർജുനൻ ചെയ്യാൻ പോകുന്നത് ഹിംസയൊന്നുമല്ല, ആ ശക്തി ചെയ്യിപ്പിക്കുന്നതാണ്. അത് ഞാനെന്ന ചിന്ത വെച്ച് അർജുനൻ ചെയ്യുന്നില്ല. ഞാനെന്ന ചിന്ത അർജുനനില്ല. കൊല്ലാനുള്ള താല്പര്യം, അർജുനന് ഭീഷ്മരെ കൊല്ലാനുള്ള താല്പര്യം ഞാനെന്ന ചിന്ത വെച്ച് ഇല്ല. പക്ഷേ അത് ഒഴിവാക്കി കൊന്നേ പറ്റും. അത് ജോലിയുടെ ആ ശരീരത്തിൻ്റെ ധർമ്മമാണ്. ഇപ്പോൾ അത് വെച്ചിട്ടുള്ള ഡംപ്, ഹിംസ, കളവ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന ചിന്ത വെച്ച് ചെയ്യരുത്. കളവ് പറയുന്നുണ്ടല്ലോ ഭീഷ്മരല്ല ധർമ്മപുത്രനും പറഞ്ഞോന്ന് ചോദിച്ചില്ല, ഒരു വരി വളച്ചെട്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ആ ശരീരത്തിൻ്റെ ധർമ്മമാണത്, അതിനാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് കളവ് ചെയ്യല്ല അവിടെ ധർമ്മപുത്രത് ചെയ്യുന്നത്. ഇവയൊന്നും ഇല്ലാതെ, അവൻ ഇതൊന്നും ഇല്ലാത്തതാണ് ജ്ഞാനം. പിന്നെ ക്ഷമ ഉണ്ടാവണം. ഗുരു ശുശ്രൂഷ, ഗുരുവിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജ്ഞാനമാണ് ഏറ്റവും വലുത്. ആ ജ്ഞാനം തരുന്ന ഗുരുവിനെ നമ്മൾ പരിപാലിക്കണം. കാരണം ബുദ്ധിയാണ് ഏറ്റവും വലുത്. ബുദ്ധിയിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. അപ്പോൾ ബുദ്ധിമാന്മാരെ ബഹുമാനിക്കുക തന്നെ വേണം. തുല്യതയെല്ലാം ശരി തന്നെ, പക്ഷേ ബുദ്ധി അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതിനൊരു മുൻതൂക്കം എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതാണ് ഗുരു. അല്ലാതെ കണ്ട മണ്ടത്തരങ്ങൾ പഠിപ്പിക്കുന്നതൊന്നും ഗുരുവല്ല. ഒരു സയൻസ് പഠിപ്പിക്കുന്ന ഗുരുനാഥനാണ്. നമുക്ക് ഈ ജ്ഞാനം നൽകിയത് എവിടെ നിന്നാണ്? നമുക്ക് ഈ ജ്ഞാനം കിട്ടിയത് 1ാം ക്ലാസ് മുതൽ അക്ഷരം പഠിപ്പിച്ച ആരാണ്? 1ാം ക്ലാസ്സിലായ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഏതെങ്കിലും, പക്ഷേ എന്നെ പഠിപ്പിച്ചത് ഹരിശ്രീ പഠിപ്പിച്ചത് അവിടെ തൂക്കാനിരുന്ന ഒരു തളാപ്പ് സ്കൂളിലാണ് ഞാൻ
പഠിച്ചത്. അവിടെ കുറച്ച് മണലിട്ടിട്ടുണ്ട്. അവർ ഉച്ചക്ക് എന്തെല്ലാം ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്ത് തൂത്തുവാരി വെള്ളമെല്ലാം കൊണ്ടുവച്ചിട്ട് ബാക്കി സമയം വന്നിട്ട് ഇവിടുന്ന് ഹരിശ്രീ നദി. ആ ഹരിശ്രീ എഴുതിയതാണ് ഏറ്റവും വലിയ ഗുരു. വേദം തന്നെ പറയുന്നത് ഒരക്ഷരമെങ്കിലും പഠിപ്പിച്ചവനാണ് അനുസരിക്കാത്തവൻ്റെ ജീവിതം നശിച്ചു പോകും. അപ്പം എൻ്റെ ഗുരു അതാണ്. പിന്നെ അതിന് മുമ്പിൽ എഴുതിപ്പിച്ചിട്ടുണ്ടാവും വേറെ, എന്നാലും പൂർണ്ണമായിട്ട് അക്ഷരങ്ങൾ എഴുതിയിട്ട് എന്നെ പഠിപ്പിച്ചത് ആ ഗുരുവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വേദങ്ങളെല്ലാം വായിക്കാൻ പറ്റുന്നത്. അന്ന് അക്ഷരം പഠിച്ചതും അതുമാത്രമായില്ല, സയൻസിലൂടെ പറയാൻ പറ്റുന്ന എന്താണ്, എന്നെ കോളേജ് വരെ എല്ലാം പഠിപ്പിച്ച ആ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ജ്ഞാനമാണ് എനിക്കിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊന്നും എനിക്ക് പെട്ടെന്ന് ഇന്ന് കയറി വന്നേയല്ല, എൻ്റെ തലയിൽ വന്നേന്നല്ല. ആ ഗുരുനാഥന്മാർ പറഞ്ഞ ആറ്റത്തിൻ്റെ ഘടനയെല്ലാം പഠിച്ചത് കൊണ്ടാണ് എനിക്കിത് വേദങ്ങളിലുള്ളത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഗുരു ശുശ്രൂഷ, ശുചിത്വം, സ്ഥിരനിഷ്ഠ, അടക്കം, ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകരുത്. സുഖദുഃഖങ്ങളെല്ലാം നോക്കിയിട്ട് സുഖിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ പോകരുത്, അതിനെ നിയന്ത്രിക്കണം. ജനനം, മരണം, ജരവ്യാധി, ദുഃഖം, ദ്വേഷം എന്നിവയെ പറ്റിയുള്ള സൂക്ഷ്മബോധം, ഇതെല്ലാം സൂക്ഷ്മമായി നമ്മുടെ ബോധമുണ്ടാകണം. ജനനം, മരണം, ജനിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്, കർമ്മം തീരുമ്പോൾ വിട്ടുപോകും. പ്രായം കൂടുന്നതനുസരിച്ച് പല്ലുകളെല്ലാം കൊഴിക്കും. ശരീരത്തിന് ഭക്ഷണം, കട്ടി ആഹാരം വേണ്ടാതെ വരുമ്പോഴാണ് പല്ല് കൊഴിക്കുന്നത്. പിന്നെ കൃത്രിമ പല്ല് വെച്ചിട്ട് തിന്നു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ വരും. വയസ്സാകുമ്പോൾ മുടി നിരക്കും. കറുപ്പിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ഉന്മേഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. പ്രായം വരുന്ന തെളിവാണ് എനിക്കിത്ര ശരീരത്തിന് ഇത്ര വീക്ക്നെസ് വന്നിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് നരക്കുന്നത്. പിന്നെ കറുപ്പിച്ചിട്ട് ഞാൻ വലിയ ബാല്യമാണെന്ന് പോയി കഴിഞ്ഞാൽ നടുവൊടിഞ്ഞ് വീഴുകയുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ശരിയായ ബോധം, എന്തിനാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ശരിയായ ബോധം. വ്യാധികൾ വരും. നമ്മളൊരു ഉപകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില സീസൺസിലെല്ലാം അതിന് ചെറിയ രോഗങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. ശരീരമായ രോഗം വരും. അപ്പോൾ അതിനെ ശുശ്രൂഷിക്കണം. ദുഃഖവും ദേഷ്യമെല്ലാം, ഇതെല്ലാം ഈ വികാരങ്ങളിലൂടെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ കാര്യം സാധിക്കാത്തപ്പോഴാണ് ദുഃഖം ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ദേഷ്യമെല്ലാം വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതിനെല്ലാം നിയന്ത്രിക്കണം. പക്ഷേ നമ്മൾ കർമ്മം ചെയ്യണം. ഇതെല്ലാം നമ്മൾ അറിയിക്കാൻ വേണ്ടിയാണ്. ഒരു എല്ല് പൊട്ടിയാൽ വേദന ഉണ്ടാക്കുന്നത് ശരീരത്തിന് നമ്മൾ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. ശരീരം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കഷ്ടപ്പെടുത്താൻ. എൻ്റെ ശരീരം എന്നെ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കും. പിന്നെ എന്തിനാണ് വേദന ഉണ്ടാക്കുന്നത്? നമ്മൾ ആ എല്ലവിടെ അത് യോജിപ്പിക്കുകയാണ്. പൊട്ടിയ എല്ലിനെ ശരീരം യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് യോജിപ്പിക്കുക? അപ്പോൾ ഇളക്കുമ്പോൾ ഒരു വേദന ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ട്? അതവിടെ പണിയടക്കുകയാണ്. റോഡിൽ എന്തെങ്കിലും പണി നടക്കുമ്പോൾ ബോർഡ് വെച്ചിട്ടില്ലേ, ഇവിടെ അപായം, ഇത് വാഴാൻ നിരോധിച്ചിരിക്കുന്നു എന്നല്ല. അത് ആവശ്യമാണ്. വലിയ കൈ അനക്കരുത്, അതിൻ്റെ ആവശ്യമാണ്. അതിനാ വേദന ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. സൂക്ഷ്മബോധം, ഇവയെപ്പറ്റിയുള്ള സൂക്ഷ്മബോധം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ടോ പുത്ര പൗത്ര ഗ്രഹാദികളിൽ മനസ്സ് ഒട്ടിച്ചേരാതിരിക്കുക. പുത്രനും പൗത്രനും മക്കളെല്ലാം, മക്കളെന്ന് അങ്ങനെ ഒരു എല്ലാം ബ്രഹ്മമാണ്. മക്കൾ എന്നതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. എല്ലാവരും ബ്രഹ്മമായിട്ട് കാണണം. അല്ലാതെ മക്കൾ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വിഭാഗീയ ഞാൻ, എൻ്റെ എന്നൊരു ചിന്ത വരികയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആത്മീയം വരും. ഈ കേൾക്കുന്നവർക്കാണ് ഇതൊന്നും ദഹിക്കില്ല. കാരണം അവരെല്ലാം ഞാൻ, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ചിന്തി കിടക്കുന്നവരോട് ഈ മക്കളെ ഒന്നും കാര്യത്തിലൊന്നും എടുക്കട്ടെ, ഇതിനെല്ലാം പറക്കണം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നിൻ്റെ വേദവും കൊണ്ടങ്ങ് പോയാൽ മതി എന്ന് പറയും. അതുകൊണ്ട് അവർ ആത്മീയ പ്രഭാഷണത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. പറയുന്ന എന്താണെന്ന് വെച്ചോ, നമ്മളെല്ലാം പണ്ട് കാലത്ത് എത്ര പാടുപെട്ട് മക്കളെ പഠിപ്പിച്ചതാണ്. പക്ഷേ ആ മക്കൾക്ക് ആ ചിന്തയെല്ലാം ഉണ്ടാവും നോക്കുമ്പോൾ ഇവർക്കും തോന്നും ഭയങ്കര സന്തോഷം, ആത്മീയം, നല്ലത്, ഭയങ്കര. പക്ഷെ വേദം പറയുന്നത് എന്താണ്? ഒരു പ്രായം കഴിഞ്ഞ് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ മക്കളെ എടുത്ത് വിട്ട് അവിടെ എല്ലാം മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് കാട്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല മക്കളോട് നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത്.
ആ പറഞ്ഞതിനെല്ലാം കുറച്ച് അർത്ഥങ്ങളുണ്ട്. നമ്മൾ മക്കൾ നോക്കാതിരിക്കല്ല, അത് വേറെ വശം. പക്ഷേ നമ്മളിലേക്ക് ഒതുങ്ങണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് തന്നെ ദുഷിക്കും. സമയത്തിന് ഭക്ഷണം കിട്ടിയില്ല. ഇന്നലെ വരെ ശരിക്ക് കൃത്യസമയം എനിക്ക് രാവിലെ 7 മണിക്ക് ചായ കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സായത് കൊണ്ടാണ് അത് 7:01 1 മിനിറ്റ് മാറിയാൽ മതി. അതോടുകൂടി നമ്മളെ മനസ്സ് അസ്വസ്ഥം, പിന്നെ ദേഷ്യം, കോപം ഇതെല്ലാം വരും. അതുകൊണ്ട് എന്ത് വേണം, നമുക്ക് പ്രായമായി വയസ്സായപ്പോൾ അതെല്ലാം കുറച്ച് കുറയും, സ്വാഭാവികം തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വയസ്സാകുമ്പോൾ ഇനി ഇതുമായിട്ട് ഒരു ബന്ധങ്ങളെല്ലാം ഈ ബന്ധത്തിനൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം പറയുമ്പോൾ ഒന്നും ഭഗവത്ഗീതയിലെല്ലാം പറയുമ്പോൾ ഇതൊന്നും അല്ല നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും വെറുതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എന്ത് കാര്യം നെയ്യാണ്. ഈ ജലേനെ പറ്റിയെല്ലാം ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്, അത് വന്നു പോയിരിക്കും. പ്രായമാകുമ്പോൾ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് മറ്റേ ജോലികളുണ്ട്, അവർക്ക് എന്തെല്ലാം ജോലികളുണ്ട്. കുട്ടികളും മക്കളെല്ലാം വരുമ്പോൾ പിന്നെ നമ്മളെ കാര്യം നോക്കാൻ സമയമുണ്ട്, അവർക്ക് എന്തെല്ലാം ജോലിയുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വാനപ്രസ്ഥ സന്യാസം തന്നെയാണ് നല്ലത്. നമ്മളെ മനസ്സിന് സമാധാനം, സുഖമായിട്ട് എവിടെയെങ്കിലും പറമ്പത്ത് ഒരു വിജനമായ സ്ഥലത്ത് അവിടെ പറയുന്നുണ്ട്, അവിടെ പോയിരുന്ന് കാറ്റും കൊണ്ടങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല ശരീരത്തിൻ്റെ അകത്തുള്ള ആ ശക്തിക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ഡോക്ടറൊന്നും അല്ല കൊണ്ടുപോകുന്നത്. ആ ഉള്ളിലുള്ള ശക്തി വിശേഷത്തിന് ഏത് പ്രതിബന്ധയും, നമ്മളൊരു ആക്സിഡൻറ്റിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ശരീരം എന്ത് ചെയ്ത് കളയും, നമ്മളെ ബോധം കെടുത്തിക്കളയും. പിന്നെ കൊടുത്ത മുണ്ടിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. എന്നാലും നമുക്ക് പ്രശ്നമില്ല. പ്രശ്നാർക്കാണ്, അടുത്തിരിക്കുന്നവർക്കാണ്. അവർ പറയുക ഇത് മാറ്റി കൊടുക്കാൻ എന്നെ കൊണ്ടിപ്പം പറ്റൂല എന്ന് പറയും. കാരണം നമുക്ക് ഒന്നും പ്രശ്നമല്ല. ഇതെല്ലാം നമ്മളെ മനസ്സിൻ്റെ ഫീലിംഗാണ്. നമ്മളെ ബോധം പോകും. പിന്നെ നാട്ടുകാരെന്തൊക്കെ ചെയ്തോളും, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സമയത്തുമ്പോൾ അത് നടന്നോളും. ഉള്ളിലുള്ള ശക്തിക്ക് അത് അറിയാം എങ്ങനെ പരിപാലിക്കണം. അതുകൊണ്ട് ഈ വയസ്സാം കാലത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരാ തിരിഞ്ഞു നോക്കുക? ഒരു തിരിഞ്ഞു നോക്കലും ഇല്ല, ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. വലിയ മുറിവാറ്റി ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്ന, ബോധം പോവുകയാണ്. പിന്നെ നമ്മളറിയുന്നില്ല, നമ്മൾ ഏതോ ലോകത്താണ്. പ്രശ്നം മുഴുവൻ കണ്ടിരുന്നു, അയ്യോ അവനിപ്പോൾ എത്ര കഷ്ടപ്പെടുക, എന്താ അവൻ കഷ്ടപ്പെടുന്നു? അവൻ കഷ്ടപ്പെടുത്തൊന്നുമില്ല, അവനങ്ങ് നല്ല ബോധമില്ലാതെ. നമ്മളെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിലും കുറച്ചല്പം അധികമാകുമ്പോൾ ശരീരം ബോധം കിട്ടും. താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ എന്തിനാണ് ആ വേദന തരുന്നത്? നമ്മളെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. വല്ല തുണിയെല്ലാം വെച്ച് കെട്ടിയാനോ അമർത്തി പിടിക്കാനോ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാം ഒരു ആക്സിഡൻ്റെല്ലാം പറ്റിയിട്ട് കുറേ അവയവങ്ങളിലെല്ലാം കേട്ടിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഏതിലേ നമ്മളെ ശ്രദ്ധ പോകുന്നുള്ളൂ? പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തുള്ളതിനേയും വരുള്ളൂ. എവിടെയാണ് പ്രധാനപ്പെട്ട പരിക്ക് പറ്റിയിരിക്കുന്ന ആൾക്ക്? മറ്റുള്ളത് നാട്ടുകാരെ പറയുന്നത് അവിടെ മുറിഞ്ഞിട്ടുണ്ട്, ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്, അത് നെറ്റിക്കിട്ട് നമ്മളിതൊന്നും അറിയുന്ന പോലും. കാരണം അതിൻ്റെ ശ്രദ്ധ ഏതാണ്? ഏതിലാണോ പ്രധാനപ്പെട്ട അവയവത്തിനാണ് കേട്ടുള്ളത് അവിടെ നമ്മളെ ശ്രദ്ധ പോകും. മറ്റേയുള്ളതൊന്നും നമ്മൾ അറിയുന്ന പോലും ഇല്ല. നാട്ടുകാരെ പറയും എവിടെ അവിടെ ഉണ്ട്, അപ്പം നമ്മളെ നോക്കുന്ന അവിടെ ഉണ്ട്, അവിടെ ചുറ്റ് നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഈ ഉള്ളിലുള്ള ശക്തി നമ്മളെ കാര്യമെല്ലാം നോക്കാൻ പുറത്തുള്ളവർക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പുറത്തുള്ളവർ ചെയ്തു കൊള്ളും, നമ്മളതിനെപ്പറ്റി ബോധം ചെയ്യണ്ട, നാട്ടുകാരെടുത്ത് കൊണ്ടുപോയിക്കൊള്ളും. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ബോധം ചെയ്യണ്ട. ഒരു പരിധി കവിഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ ബോധം. അതുകൊണ്ട് അതിനെല്ലാം വഴികൾ ആ ഉള്ളിലുള്ള ശക്തിക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. അപ്പം പുത്ര പൗത്ര ഗൃഹാദികളിൽ മനസ്സ് ഒട്ടിച്ചേരാതിരിക്കുക, അതിലൊന്നും മനസ്സ് ഒട്ടിച്ചേരരുത്. ഇതാണ് വേദം പറയുന്നത്. പക്ഷെ ആത്മീയ പ്രഭാഷണത്തിൽ അന്നൊന്നും കേൾക്കില്ല. അതെല്ലാം പറയുക, വയസ്സന്മാരെ മുന്നിൽ നിർത്തിയിട്ട് മക്കളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വയസ്സന്മാർക്ക് ഒരാശ, അവർ വിചാരിക്കുന്നത് ഇതെല്ലാം വേദത്തിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നാണ്. ഇതെല്ലാം കൈവന്നിട്ടെത്തിയാണ്. ഇനി ഇഷ്ടാനിഷ്ട വസ്തു ലഭിച്ചാൽ സമഭാവം. എന്ത് ഇഷ്ടമുള്ള വസ്തു ലഭിച്ചാൽ, ഇഷ്ടമില്ലാത്ത വസ്തു ലഭിച്ചാൽ സമഭാവം. ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. അങ്ങനെ അചഞ്ചല ഭക്തിയോടെ ഒഴിഞ്ഞ ഏകാന്ത സ്ഥലത്ത് താമസിക്കുക. ഇതാണ് സന്യാസി ചെയ്യേണ്ടത്.
ഒഴിഞ്ഞ ആരും ശല്യം ചെയ്യാതെ ഒരു സ്ഥലത്ത് താമസിക്കണം. ഇപ്പം ആത്മീയതയിലേക്ക് പോകുന്നവർ ഏകാന്ത സ്ഥലത്ത് ഒറ്റയായിട്ടിരിക്കണം, അങ്ങനെ ഒറ്റക്ക് നടന്നോളണം. ഇതെല്ലാം ഉപനിഷത്ത് പറഞ്ഞു തരുന്ന ആത്മീയതയുടെ വഴികളാണ്. ഈ ആത്മീയതയിലേക്ക് തിരിയുന്നവർ ഏകാന്ത സ്ഥാനത്ത് ഒറ്റക്കിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ത്യജിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഒറ്റക്കുള്ളൊരു സ്ഥലത്താണ് ഇരിക്കേണ്ടത്. എന്നിട്ട് മനസ്സിനെ ഞാൻ ബ്രഹ്മമാണ്, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ഇതിലെനിക്കൊരു താല്പര്യമില്ല, ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കേണ്ടെങ്കിൽ ഒറ്റക്കുള്ള വിജനമായ സ്ഥലത്തിരുന്നേ പറ്റൂ. കൂട്ടം കൂടി ഇരുന്നാൽ പറ്റില്ല. അത് അടുത്തതിൽ പറയുകയാണ്, ജനമധ്യത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടരുത്. ആത്മീയതയിലേക്ക് തിരിയുന്നവര് ജനമധ്യത്തിൽ ഇരിക്കാൻ. ഇപ്പം നമ്മൾ ഇന്ന് സത്സംഗം എന്നെല്ലാം പറയുമ്പോൾ കുറേ ജനങ്ങൾ, അതും ഭൂരിപക്ഷം സ്ത്രീകളായിരിക്കും. ഉപനിഷത്തെല്ലാം പറയുന്നത് സ്ത്രീകളെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല എന്ന്. അപ്പോൾ സത്സംഗം എന്നെല്ലാം പറയുമ്പോൾ അവിടെ സംഭവിക്കേണ്ട എന്താണ്? ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ, അതായത് ഉപനിഷത്തെല്ലാം പറയുന്ന ബന്ധങ്ങളെ, കുടുംബങ്ങളെ എല്ലാം ഉപേക്ഷിക്കണം, ഇതെല്ലാം പറയുമ്പോൾ തന്നെ പിന്നെ ആരും അവിടെ വരാൻ പോകുന്നില്ല. വരുന്നവരാരായിരിക്കും? സത്സംഗത്തിന് വരുന്ന ആൾക്കാരായിരിക്കും. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഈ വിരക്തി വന്നവർ മാത്രമേ അവിടെ വരികയുള്ളൂ. അല്ലാതെ ഈ കുടുംബത്തെ പറ്റി ചിന്തിക്കുന്നവരൊന്നും അവർക്ക് അവിടെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ആർക്കെങ്കിലും വിരക്തി വന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണം എന്ന് പറയുന്നവരോട് ഈ വിഷയങ്ങളെല്ലാം എടുത്തു പറയണം. അച്ഛൻ, മക്കള്, ബന്ധുക്കള്, ഈ ഭാഗങ്ങളൊന്നും താല്പര്യമുണ്ടാകാൻ പാടില്ല. ഉപനിഷത്ത് തന്നെ പറയുന്നത് സ്ത്രീകളെ പോലും ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. എല്ലാം വിടണം, എന്നിട്ട് പോകണം. ഈ ഉപനിഷത്ത് പറയുന്ന ഈ കാര്യങ്ങളാണ് സത്സംഗത്തിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ എന്ത് പറ്റും? അതൊരു ശരിയായ ആത്മീയത്തിലേക്കുള്ള വഴിയായിട്ട് മാറും. വേണ്ടാത്തവരൊന്നും ഇത് വരില്ല, വരേണ്ട ആവശ്യമില്ല. കാരണം കുടുംബത്തെ പറ്റിയെല്ലാം ചിന്തിച്ച് നടക്കുന്നവര്, സുഖദുഃഖങ്ങളെല്ലാം സുഖിക്കണം എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നവരിവിടെ കൂടിയിട്ട് ഒരു കാര്യമില്ല. സത്സംഗത്തിൽ അവർക്ക് അതൊന്നും അവർക്കുള്ളതല്ല. സംഘം തന്നെ പാടില്ല എന്ന് തന്നെയാണ് ആത്മീയവാദികൾക്ക്. ഈ സംഘത്തിന്റെ ആവശ്യമില്ല, സംഘരഹിതമാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു. പക്ഷെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സത്സംഗമാകാം. ഏതെങ്കിലും ചിലവർക്ക് ജീവിതത്തിൽ വിരക്തി വന്നു, ഇനിയിപ്പോൾ ഇതുമായിട്ട് എല്ലാം വിട്ടുപോകണം, എങ്ങനെ മുന്നോട്ട് പോകണം, എനിക്ക് ജീവിത ലക്ഷ്യം മടുത്തു, എന്ത് വേണം എന്നുള്ളവർക്കുള്ള ഒരു യോഗമായിട്ട് സത്സംഗം മാറണം. അവിടെ വെച്ചുകൊണ്ട് പറയണം, ഇതാണ് വഴി, നീ ഒറ്റക്ക് തന്നെ പോകണം, എല്ലാം ത്യജിച്ചു പോകണം, എല്ലാം മനസ്സിനെ ബ്രഹ്മത്തിൽ മാത്രം ലയിപ്പിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇരിക്കണം. അവരെ അവിടെ ഇരുത്തിയിട്ട് അതൊരു വലിയൊരു ആശ്രമന്മാരി ഒന്നായി പോകരുത്. അവരോട് പറയണം, ഉപദേശിച്ചു, ഇതാണ് വഴി, ഇങ്ങനെയാണ് ഭഗവത്ഗീതയും ഉപനിഷത്തെല്ലാം പറയുന്നത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്കൊരു പോകാനുള്ളൊരു, അതിവിടെ അടുത്തേൽ പറയുന്നുണ്ട്, ചിലവർ കേട്ടിട്ടാണ് ആ വഴിയിൽ പോകുന്നത്. അപ്പം അതായിരിക്കണം സത്സംഗത്തിൻ്റെ എല്ലാം ലക്ഷ്യം. അല്ലാത്തവരൊന്നും അവിടെ വന്നു കഴിഞ്ഞാൽ ഈ വല്ലവനുമായിട്ട് താല്പര്യം, ബ്രഹ്മസാക്ഷാത്കാരത്തിന് താല്പര്യമുള്ള ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ മുഴുവൻ ബന്ധുക്കളെ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, രാഷ്ട്രീയം, പൊതുപ്രവർത്തനങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനവിടെ എന്താണ്? യഥാർത്ഥ ആത്മീയവാദിക്ക് അവിടെ എന്താ കാര്യം? യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ ഒരു കാര്യമില്ല, അവരുടെ വിഷയമൊന്നുമല്ല അവിടെ സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നവരെ ശരിക്ക് ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ വേദങ്ങളിലുള്ള വരികൾ അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു സത്യം മനസ്സിലാകും, സാധാരണക്കാർക്കൊന്നും ഉള്ളതല്ല ഇത് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ളവരാണ്. അവരെന്ത് വേണം? ജനമധ്യത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കും. ഇതെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കണം. ജനമധ്യത്തിൽ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായ വഴി ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കണം. ഇതെന്ത് വേണം? ആത്മജ്ഞാനത്തിൽ നിഷ്ഠ, ആ ആത്മാവിനെ മനസ്സിലാക്കാനുള്ള ചിന്ത മാത്രമായിട്ട് നിൽക്കുക. തത്വജ്ഞാനത്തിൻ്റെ സ്ഥാനം അറിയുക. എന്താണ് ഉപനിഷത്തെല്ലാം പറഞ്ഞു തരുന്നത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് എന്താണ് വേണ്ടത്?
എല്ലാത്തിലുള്ള വിരക്തി ഉണ്ടാക്കിയെടുക്കുക. അതിന് പല വഴികളുണ്ട്. എന്നിട്ട് അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് പോവുക. ഇവയാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്നെല്ലാം പറയുന്നത് ഇതാണ്. ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായേ പറ്റൂ. ഇതിൽ നിന്നും ഭിന്നമായതാണ് അജ്ഞാനം. അപ്പോൾ ഈ പറഞ്ഞതിനെല്ലാം എതിരായിട്ടുള്ളത് അജ്ഞാനമാണ്, ഇതിൽ നിന്നും ഭിന്നമായിട്ടുള്ളത്. ഇനി അറിയപ്പെടേണ്ടത് എന്താണെന്ന് കൃഷ്ണൻ പറയുന്നു. അറിയപ്പെടേണ്ടത് എന്താണെന്ന് കൃഷ്ണനെ പറയുന്ന ഏതിനെയാണ് പറയാൻ പോകുന്നത്? യാതൊന്നിനെ അറിഞ്ഞാലാണോ മരണമില്ലാത്ത അവസ്ഥയെത്തുന്നത്. അതായത് ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചം എല്ലാം ആ പ്രപഞ്ചമായി മാറിയത് അതാണ് നാമായി മാറിയത്, നമ്മിലൂടെ ചെയ്യിപ്പിക്കുകയാണ് എന്ന സത്യം എപ്പോൾ മനസ്സിലാക്കുന്നുവോ അതാണ് അനാദിയായിട്ടുള്ളത്, അതാ ബ്രഹ്മമാണ്. സർവശ്രേഷ്ഠവുമായ അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ അറിയുക. അപ്പം ആദിയിൽ എന്താണോ ഉണ്ടായത് അതാണ് പ്രപഞ്ചമായി മാറിയത്, നമ്മളെല്ലായി മാറിയത്. എന്തിനു വേണ്ടി എന്നല്ല അപ്പം നമുക്ക് മനസ്സിലാവും, അതിൻ്റെ കാര്യം സാധിക്കാനാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം അത് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ സത്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ബ്രഹ്മജ്ഞാനം അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക. അത് സത്ത്, ഉള്ളത്, അസത്ത്, ഇല്ലാത്തത് എന്നോ പറയാൻ നിവൃത്തിയില്ല. ആ പറയുന്ന സംഗതിക്ക്, ആ ബ്രഹ്മത്തിന് അത് ഉള്ളതോ ഇല്ലാതോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സംഗതിയാണ് അത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ശാസ്ത്രലോകത്തിന് പോലും കണ്ടെത്താൻ പറ്റില്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്നതിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് അത് ജനിച്ചതല്ല, ജനിച്ചിട്ടുമില്ല, എന്തോന്ന് അതിന് ബ്രഹ്മം എന്ന് പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഋഷികൾക്ക് പോലും പറയുന്നു. കൃഷ്ണൻ തന്നെ ഇവിടെ പറയുന്നു, അത് സത്താണോ അസത്താണോ എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അതിന് എല്ലാ ഭാഗത്തും കൈകാലുകളും, എല്ലാ ഭാഗത്തും നേത്രങ്ങളും, ശിരസ്സുകളും, മുഖങ്ങളും, സർവത്ര കർമ്മങ്ങളും കൂടിയ അത് സർവത്ര വ്യാപിച്ചു കിടക്കുന്നു. അതിന് ലോകം മുഴുവൻ കയ്യും കാലും കണ്ണും എല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ അത് കയ്യും കാലുമെല്ലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അതാണ് എല്ലാവരുടെയും കണ്ണ് അതിൻ്റേതായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ആ ശക്തിയെ ചിന്തിച്ചത്. പക്ഷേ നമ്മുടെ കണ്ണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെ കണ്ണിൻ്റെ ആവശ്യം അതിനില്ല. ഞാനത് നേരത്തെ അത് ഉദാഹരണത്തിന് പറഞ്ഞതാണ്. നമ്മുടെ കണ്ണല്ല, അതിൻ്റെ കണ്ണ് തന്നെയാണ്. കാരണം അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. പക്ഷെ അതിന് കണ്ണാവശ്യം വേണമെന്നൊന്നുമില്ല, കണ്ണ് വേണമെന്നില്ല. എന്തെന്ന് പറയുന്നു? 15 മുതൽ 17 വരെ ഇന്ദ്രിയങ്ങളില്ലാതെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളത് പ്രകടിപ്പിക്കും. അതിന് ഇന്ദ്രിയമൊന്നും ആവശ്യമൊന്നുമില്ല. ബുദ്ധിക്ക് നമുക്ക് കുറേ ഇന്ദ്രിയങ്ങളുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ അത് പ്രകടിപ്പിക്കും. ഒന്നിലും ബന്ധപ്പെടാതെ തന്നെ എല്ലാത്തിനെയും ഭരിക്കും. ആരുമായിട്ട് അതിനൊരു ബന്ധവുമില്ല, പക്ഷെ എല്ലാത്തിനെയും ഭരിക്കുകയും ചെയ്യും. അതിനൊരു ഗുണവുമില്ല, പക്ഷെ എല്ലാ ഗുണവും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. എല്ലാ ജീവരാശികളുടെയും ഉള്ളിലും പുറത്തും അതുണ്ട്. അകത്ത് മാത്രമല്ല, പുറത്തും അതുണ്ട്. എല്ലാവരുടെയും ഉള്ളിലും പുറത്തും അതുണ്ട്. എല്ലായ്പ്പോഴും ചലിക്കുകയും ചെയ്യും, ചലിക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പം ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം അതിന് തോന്നിയാൽ ഭൂകമ്പങ്ങളും ഉണ്ടാകും. പക്ഷെ ആ ഭൂകമ്പമൊന്നും അതല്ല, അത് ചലിക്കാതെ ഇരിക്കും. പക്ഷെ അതേസമയം വേണമെങ്കിൽ എല്ലാത്തിനെയും ചലിപ്പിക്കുകയും ചെയ്യും. അത് അടുത്തുമുണ്ട്, ദൂരെയുമുണ്ട്. അങ്ങനെയുള്ള സംഗതിയാണ്. ഏറ്റവും അടുത്തതുണ്ട്, അത് ദൂരെയുമുണ്ട്. വിഭജിക്കാൻ, അതിനെ മുറിക്കാനൊന്നും പറ്റില്ല. ആത്മാവിനെ മുറിക്കാനൊന്നും പറ്റുന്ന സംഗതിയല്ല അത്. പക്ഷേ എല്ലാ വസ്തുവിലും അത് മുറിഞ്ഞിട്ട് രണ്ടായിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. എന്നിൽ ഞാനായിട്ട് നിൽക്കുന്നു, വേറൊരു വ്യക്തിയിൽ ആ വ്യക്തിയായിട്ട് നിൽക്കുന്നു. മുറിഞ്ഞ് രണ്ട് വരി നിന്നിരിക്കുകയാണ്. പക്ഷെ എല്ലാം അത് തന്നെയാണ്. അതിനെ മുറിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അത് പല വസ്തുക്കളിലും മുറിഞ്ഞിട്ട് രണ്ടായിട്ടെല്ലാം നിൽക്കുകയും ചെയ്യും.
എന്നിട്ടോ ഭൂതങ്ങളിൽ അത് ഭൂതങ്ങളെ ഭരിക്കുകയും സംരക്ഷിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യും. അത് തന്നെ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്, വേണ്ടാതെ സംരക്ഷിക്കുന്നതും അല്ല, വേണ്ടുന്ന കാലത്തോളം സംരക്ഷിക്കുന്നതും വേണ്ടാത്ത സമയം എടുത്ത് ദൂരെ കളയുന്നതുമല്ല അത് തന്നെയാണ്. അപ്പം ഭീഷ്മരെല്ലാം സൃഷ്ടിച്ചു, ഒരു കാലത്ത് അയാളെ കൊണ്ട് കുറേ കർമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ആവശ്യം കഴിഞ്ഞപ്പോൾ എടുത്ത് കളയുന്നു, അത്രയും ഉള്ളൂ. ആധുനിക സയൻസും ഇതെല്ലാം ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ കുറേ വരകൾ കുറേ എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നുള്ളൊരു പ്രേരക ശക്തിയാണ് എല്ലാ കോടതികളിലും ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു പ്ലാന് മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ വീട്, കെട്ടിട നിർമ്മാണം എല്ലാം വഴിക്കും പ്രൊജക്ട് റിപ്പോർട്ട് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. പക്ഷെ ആ പ്ലാനിങ് എന്ന് പറയുന്നതിന് വലിയ രൂപഭാവമൊന്നും ഇല്ലാതെയാണ്. നമ്മൾ കമ്പ്യൂട്ടറിലൊരു സോഫ്റ്റ്വെയർ ഇടുന്നുണ്ട്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും ഇട്ട് എഴുതി ഉണ്ടാക്കിയൊരു സംഗതിയാണ്. അത് ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് ബന്ധമൊന്നും ഇല്ലെങ്കിലും അതാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അത് നശിച്ചു പോകുന്നില്ല. അതാണ് എല്ലാ ആക്ടിവിറ്റിയും നിയന്ത്രിക്കുന്നത്. അതപ്പോൾ അജ്ഞാതമാണ്, ഒരു വല്ലാത്ത സാധനമാണ്. കുറേ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. പ്രപഞ്ചവും കുറേ അക്ഷരങ്ങളെ കൊണ്ടാണ്. ബ്രഹ്മം എന്ന പേര് കൊടുത്താൽ അതിന് ബ്രഹ്മം എന്ന് പേര് കൊടുത്താൽ നമുക്ക് വേറെ അക്ഷരം കൊടുക്കായിരുന്നു, അവർക്ക് വേറെ പേരിൽ വിളിക്കായിരുന്നു. പേരിലൊന്നുമല്ല, ഒരു കടികളാണ് അക്ഷരം വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ശക്തി വിശേഷത്തെയായിട്ട് ഈ ബ്രഹ്മത്തെ കാണണം. ഇനി 18 പറയുന്നു, പ്രകാശത്തെങ്ങൾക്കെല്ലാം പ്രകാശമായത്. എന്തെങ്കിലും ഇവിടെ പ്രകാശം പരത്തുന്നുണ്ടോ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രകാശം, അതെന്താണ്? അതാണ് ബ്രഹ്മം. എല്ലാ പ്രകാശത്തിൻ്റെ പിന്നിലും പ്രവർത്തിപ്പിക്കുന്ന അതിനെ പ്രകാശിപ്പിക്കുന്ന ശക്തി വിശേഷം അത് ബ്രഹ്മമാണ്. അത് അന്ധകാരത്തിനും അപ്പുറമാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, 7 ലോകങ്ങൾ, ഈ ലോകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല, അത് അന്ധകാരമാണ്. അതിൻ്റെ അപ്പുറമാണ് ഏതുള്ളത്? ബ്രഹ്മമുള്ളത്. അപ്പം നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചം എന്നത് ഒരു 7 ലോകങ്ങളെ സ്ട്രക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അന്ധകാരം, നമുക്കറിയില്ല. അതിൻ്റെ അപ്പുറത്താണ് ആര് നിൽക്കുന്നത്? ബ്രഹ്മം നിൽക്കുന്നത്. അത് എന്നിട്ട് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പം അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്ന ജ്ഞാനം വേദം ജ്ഞാനമാണ്, അറിവാണ്. ആധുനിക സയൻസും അറിവാണ്, ജ്ഞാനമാണ്. അറിയപ്പെടേണ്ടത്, ആധുനിക സയൻസിന് ഇന്നും കുറേ അറിയാനുണ്ട്, പക്ഷേ വേദങ്ങളെല്ലാം അറിഞ്ഞതാണ്. അപ്പം അറിയപ്പെടേണ്ടതാണ് ജ്ഞേയം, അതിലാണ് ബ്രഹ്മം വരുന്നത്. പക്ഷേ ആ ബ്രഹ്മത്തെ പൂർണ്ണമായിട്ട് അറിയാനും മനസ്സിലാക്കാനും പറ്റില്ല. അറിവുകളിലൂടെ എത്തിച്ചേരേണ്ടത്, നമ്മളങ്ങനെ അറിവിലൂടെ എവിടത്തേക്ക്, അതിനാണ് ജ്ഞാനഗമ്യം എന്ന് പറയുന്നത്. അറിവിലൂടെ എത്തിച്ചേരേണ്ടത് എവിടത്തേക്കാണ്? അതും ബ്രഹ്മമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ്. നമ്മൾ ഹൃദയത്തിൽ എന്തുണ്ട്? നമ്മളായിട്ട് മാറിയിട്ട് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിനാണ് ബ്രഹ്മം, പരബ്രഹ്മം എന്ന് പറയാം, പരമാത്മാവ് എന്ന് പറയാം, എല്ലാം അതിൻ്റെ അടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവ് എന്ന് പറയാം. ഇനി 19 എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ക്ഷേത്രമായി കാണുക. ജ്ഞാനം, ഇതുവരെ പറഞ്ഞ ജ്ഞാനം, നേയം, ഇനി മനസ്സിലാക്കേണ്ടതായ ബ്രഹ്മം. പൂർണ്ണമായി മനസ്സിലായിട്ടില്ല ബ്രഹ്മത്തെപ്പറ്റി, ആർക്ക് ഋഷികൾക്ക് മനസ്സിലാക്കില്ല. അപ്പോൾ അറിയേണ്ടതായ ബ്രഹ്മം എന്നിവ മനസ്സിലാക്കുന്നവൻ എൻ്റെ ഭാവത്തിൽ അർഹനാണ്. അവൻ ആരായിത്തീരും? എന്നെ കൃഷ്ണനെ പോലെ ആയിത്തീരും, ബ്രഹ്മമായിത്തീരും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ആ ബ്രഹ്മമായിട്ട് തീരും. ആ ഭാവത്തിന് അർഹനായിത്തീരും. അതായത് നിർഗുണാവസ്ഥയിലേക്ക് എത്തും. ബ്രഹ്മം നിർഗുണമാണ്, അതിന് ഒന്നിലും താല്പര്യമില്ല, ഒരു കാര്യത്തിൽ ഇടപെടാതെ നിൽക്കുന്ന സംഗതിയാണ്. അതുപോലെ നമ്മളുമായി മാറും. ഇനി പ്രകൃതിയും പുരുഷനും അനാദിതൻ. ഈ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നതും അനാദി തന്നെയാണ്, പണ്ട് മുതലേ ഉള്ളതാണ്.
വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നു. ഈ പ്രകൃതി എന്ന് പറയുന്നത് പുരുഷൻ എന്ന് പറയുന്നത് പ്രേരിപ്പിക്കുന്ന ശക്തി ദ്വയമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം ഒരു പ്രേരിപ്പിക്കുന്ന ശക്തിയെപ്പറ്റി പറയുന്നുണ്ട്. അതിനാണ് പ്രേരിപ്പിക്കുന്നത് പ്ലാനും ആകാം, പരമാത്മാവ് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ പ്രേരിപ്പിക്കുന്നത് ഒരു പ്ലാനുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അതാണ് പ്രേരിപ്പിക്കുന്നത്. അതിനനുസരിച്ചാണ് കോടതികളിലുള്ള കേസുകളെല്ലാം അതിനനുസരിച്ച് നടത്തുന്നത്, അതിൻ്റെ പുറത്ത് പോകില്ല. അപ്പോൾ അതേപോലെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്, അതാണ് പുരുഷൻ. അതും ആദിയിലേ ഉള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രകൃതിയിലാണ് വിചാരങ്ങളും എല്ലാം നടക്കുന്നത്. അത് പ്രകൃതിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കോടതിയിൽ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രതിവാദങ്ങൾക്ക് എല്ലാം കാരണം ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ ഒരു പുരുഷനുണ്ട്. പ്രകൃതി എന്ന് പറയുന്ന കോടതിയും ജഡ്ജിയും വക്കീലന്മാരുമല്ല. പിന്നെ അവർ വെച്ച് അവിടെ നടക്കുന്നതെല്ലാം പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാമാണ്, വികാരങ്ങളും ഗുണങ്ങളും എല്ലാമാണ്. ഇനി 21 ദേഹ ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, ശരീരമെല്ലാം ഉണ്ടായിരിക്കുന്നത് പ്രകൃതിയിലെ വസ്തുക്കളെ കൊണ്ടാണ്. പ്രകൃതി പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അതാണ് പ്രകൃതി. പുരുഷനാണ് സുഖദുഃഖങ്ങൾ എന്ന അനുഭൂതിക്ക് കാരണമാകും. എന്നാൽ അതിലുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ എന്ന വികാരത്തിന് കാരണം പുരുഷനാണ്. അപ്പം അതിലൊരു പ്രേരക ശക്തിയുണ്ട്. അപ്പം ആ കോടതിയിലുള്ള നിയമങ്ങളാണ് ഇവിടെ വക്കീലന്മാരെല്ലാം പരസ്പരം തമ്മിൽ വാഗ്വാദം നടത്താനും അത് കേൾക്കാനും അതിനെ നിയന്ത്രിക്കാനും ജഡ്ജിക്കും എല്ലാം സാധ്യതയാകുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തി ആ പരമാത്മാവാണ്, ആ നിയമപുസ്തകമാണ്. ആ നിയമപുസ്തകത്തിൽ പറയുന്ന അനുസരിച്ചാണ് ഇവിടെയെല്ലാം അകത്ത് നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരക ശക്തി ഉണ്ടാണ്, പരമാത്മാവ് എന്ന് പറയാം. അത് പ്ലാനാണ്. അതാണ് പുരുഷനായിട്ട് പറയുന്നത്. ആ പുരുഷനാണ് സുഖദുഃഖങ്ങളുടെ അനുഭൂതിക്ക് കാരണമാകുന്നത്. നമ്മളുള്ള എന്താ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫലമായ സുഖം ഉണ്ടാകും, ദുഃഖമെല്ലാം ഉണ്ടാകുന്നതിനുള്ള പ്രേരക ശക്തി ആ ശക്തി തന്നെയാണ്. 22 ഇവിടെ എന്ത് പറയുന്നു? പുരുഷൻ പ്രകൃതിയിൽ ഇരുന്ന്, പ്രകൃതിയാവുന്ന ഈ ശരീരത്തിൽ ആ പുരുഷൻ ഇരുന്നു കൊണ്ട് സുഖദുഃഖങ്ങൾ അത് അനുഭവിക്കുന്നുമുണ്ട്. നിയമപുസ്തകം അത് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപുസ്തകത്തിനൊരു സംതൃപ്തിയുണ്ട്. ഞാൻ പറയും എൻ്റെയിലുള്ള നിലയിലാണ് അവിടെ കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അനുഭൂതിയുണ്ട്. പക്ഷെ അത് നേരിട്ട് പ്രകടിപ്പിക്കുമെന്ന് പുസ്തകം പ്രകടിപ്പിക്കും. കാരണം ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിലെ എല്ലാ കളികളും പാട്ട് പാടുന്നതല്ല. അപ്പോൾ അതിന് തൃപ്തിയാണ്. എല്ലാം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലാതെ അത് പാട്ട് കേൾക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടിക്ക് കേട്ടിരിക്കാം സാക്ഷി രൂപത്തിൽ, അല്ലാതെ അത് കയറിയിട്ട് പാടാനൊന്നും തോന്നില്ല. അപ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ വേറൊരു നമ്മളെ ഉപനിഷത്ത് കുറച്ചും കൂടി കടന്നു വരുമ്പോൾ അതിനെ ജീവാത്മാവ് എന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനെ വിഭജിച്ചിട്ടുണ്ട്. പ്ലാനിന് സബ് പ്ലാനുണ്ട്. നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്ലാനിൻ്റെ ഭാഗത്തെയാണ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്ലാനാണ് പരമാത്മാവ്. അതിൽ നമുക്ക് കുറച്ച് ജോലിയുള്ള ഭാഗമാണ് ജീവാത്മാവ്. ആ ജീവാത്മാവാണ് സുഖദുഃഖങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ഇവിടെ രണ്ടും ഒന്നായി എടുത്തുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഈ പ്രകൃതി ഗുണങ്ങളോടുള്ള സംഘം കൊണ്ടാണ് ഈ പുരുഷൻ ഉത്തമ നീച യോനികളിൽ ജനിക്കുവാൻ ഇടവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഫലമായി നമ്മൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ടുള്ള സംഘം കൊണ്ടാണ് ഈ പുരുഷൻ ഉത്തമ നീച യോനികളിൽ ജനിക്കാനിടയാകുന്നത്. അപ്പോൾ ഇതും തമ്മിൽ ഒരു സംഘമുണ്ട്, കൂടിച്ചേരൽ കൊണ്ടാണ്
നമ്മൾ വേറെ ജന്മം എടുക്കാൻ കാരണം. പക്ഷേ രണ്ടും ഒന്നായി കഴിഞ്ഞാൽ സംഘം ചേരുക എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ്. അവർ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ കൊണ്ടാണ്. സംഘം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻറ്ററാക്ഷനാണ്. ആ ജീവാത്മാവ് അല്ലെങ്കിൽ ഈ പ്രകൃതിയും ഈ ജീവാത്മാവ് പരമാത്മാവും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷനിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, നമ്മളിൽ വിചാരങ്ങൾ ഉണ്ടാകുന്നത്. ആ വിചാരങ്ങൾക്കനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കും. അങ്ങനെ ജനിച്ച് എപ്പോഴും ഈ പ്രകൃതിയും പുരുഷനും വേർപെട്ടുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതോടുകൂടി നമുക്ക് പുനർജന്മമുണ്ട്, ജനിച്ചേ പറ്റൂ. കാരണം ഇത് രണ്ടും ചേർന്ന് സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി ബ്രഹ്മസാക്ഷാത്കാരം അവിടെ നടക്കുന്നില്ല, പുനർജനനമാണ്. പ്രകൃതിയും പുരുഷനും, അതായത് നമ്മുടെ ശരീരം അതിലുള്ള ആത്മാവുമായി ചേർന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഈ കർമ്മം തീരുമ്പോൾ മരിക്കുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ പുതിയ കർമ്മം ഉണ്ടാകുമ്പോൾ വീണ്ടും ജനിക്കുന്നു. അവിടെ ആ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇങ്ങനെ പോകും ഇവ തമ്മിലുള്ള സംഘത്തിലൂടെ. ഇനി 23 ഈ ശരീരത്തിൽ ഇരിക്കുന്ന പരംപുരുഷൻ സാക്ഷിയാണ്. എന്നാൽ അപ്പോൾ അവിടെ അത് വേർപെടുത്തി പറയുന്നുണ്ട്. പരമപുരുഷൻ ഇപ്പം നേരത്തെ അത് പുരുഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ജീവാത്മ. ഇതുവരെ പറഞ്ഞത് ജീവാത്മായിട്ട് എടുക്കാം. എന്നാൽ ഈ ശരീരത്തിൽ ഇരിക്കുന്ന പരംപുരുഷൻ സാക്ഷിയാണ്. അപ്പൊ അവിടെ ഈ പരമാത്മാവും ഇരിക്കുന്നുണ്ട് സാക്ഷി രൂപത്തിൽ. അനുവദിക്കുന്നത് അവനാണ്, ഭരിക്കുന്നതും അവനാണ്, അനുഭവിക്കുന്നതും അവനാണ്. അവൻ തന്നെ മഹേശ്വരൻ, അരം തന്നെ പരമാത്മാവ്. അപ്പോഴത് പരമാത്മാവ് എന്നതൊരു പ്ലാനാണ്. നമുക്കറിയാം, കോടതിയിൽ അംബേദ്കർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ എന്തുണ്ട്? പല വിഷയങ്ങളുണ്ട്. സിവിലുണ്ട്, ക്രിമിനലുണ്ട്, അങ്ങനെ പല സബ് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു കോടതിയിൽ അതിൻ്റെ സിവിൽ മാത്രമാണ് എടുക്കുന്നത്, സിവിൽ കോടതി എന്ന് പറയും. ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ കോടതി എന്ന് പറയും. ഇതെല്ലാം ഈ പ്ലാൻ അനുസരിച്ചാണ്, പരമാത്മാവ് എന്ന പ്ലാൻ വെച്ചാൽ. അതുപോലെ പ്രപഞ്ചത്തിനൊരു പരമാത്മാവുണ്ട്, പ്ലാനുണ്ട്. അത് ഈ പ്രപഞ്ചം മുഴുവൻ നടക്കുന്ന ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നതാണ്. അതിൽ നിന്നും ഉണ്ടാകുന്നതാണ് നമ്മളെ ജീവാത്മാവ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ജോലി മാത്രമാണ്. അതും ലോകം മുഴുവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് നമ്മളും ചെയ്യുന്നത്. പ്രപഞ്ചത്തിൽ എന്തെല്ലോ ആൾക്കാരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആ ഭാഗത്തെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കിട്ടുന്ന ആർക്ക് തന്നെയാണ്. ഈ പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് സിവിൽ കോടതി ആയാലും ക്രിമിനൽ കോടതി ആയാലും അവിടെ സിവിൽ കോടതിയുടെ കേസിൻ്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. ക്രിമിനൽ കോടതിയിൽ ക്രിമിനൽ കേസിൻ്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നിയമങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഏതിൽ നിന്ന് വന്നതാണ്? ഒറിജിനൽ ആ പുസ്തകം, നിയമപുസ്തകം. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കോടതിയിൽ വ്യത്യസ്തമായിട്ട് കാണുന്നത്. പക്ഷേ ആ യഥാർത്ഥ പുസ്തകം അവിടെ കോടതിയിൽ തന്നെയുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ മുഴുവനായ പരമാത്മാവ് നമ്മളെ ഹൃദയത്തിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിലൂടെ നടപ്പാക്കുന്നത്. അതിൻ്റെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും, നമ്മൾ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഫലം പോയി ചെന്നു ചേരുന്നത് ഈ പരമാത്മാവിലാണ്. കാരണം അതെന്താണോ ഉദ്ദേശിച്ചത് അത്തരത്തിലാണ് ലോകത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെയാണ് പരമാത്മാവ്, പരമേശ്വരൻ എന്നെല്ലാം പറയുന്നത്. ഈ വിധത്തിൽ പുരുഷനെയും പ്രകൃതിയെയും
ശരിക്കും മനസ്സിലാക്കിയവൻ എങ്ങനെ ജീവിച്ചാലും പുനർജനിക്കുകയില്ല. ഈ തത്വം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവൻ പിന്നെ ഒരിക്കലും പുനർജനിക്കില്ല. ഏത് തത്വം? പ്രപഞ്ചം മുഴുവൻ പരമാത്മാവെന്നൊരു പ്ലാൻ അനുസരിച്ചാണ് ഈ ലോകം മുഴുവൻ, ലോകത്തിലുള്ള കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ പ്ലാൻ എവിടെയെല്ലാം ഉണ്ട്? എല്ലാ സ്ഥലത്തും പ്ലാനുണ്ട്. നമ്മളെ വീട്ടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പേപ്പർ വരച്ചത് ഇവിടെയായിരിക്കാം. പക്ഷേ വീട് നിർമ്മിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും മേസ്ത്രി ചെയ്യുന്ന പണികൾ, മേസ്ത്രി ആയാലും കാർപ്പൻട്രി ചെയ്യുന്ന എല്ലാ ആയാലും ഈ പ്ലാൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പം അത് സർവത്രയുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എവിടെയുണ്ട്? കോടതിയിൽ തന്നെ ആ റൂമിൽ കാണണമെന്നൊന്നുമില്ല. ഉണ്ടാകണം. എന്നാലും അതിലെ എല്ലോ ഒന്നും എടുത്തിട്ട് ഓരോ കോടതിയിലും കൈകാര്യം ചെയ്യുന്നില്ല. അവിടെ ക്രിമിനൽ ആണെങ്കിൽ ആ ക്രിമിനൽ ഭാഗം മാത്രം. പക്ഷെ ഇതെല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പരമാത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഒരു റോളുണ്ട്. അതിനാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച ശരീരത്തിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള അതിനെ നിയന്ത്രിക്കുന്ന നിയമവശമുണ്ടല്ലോ, അതിനെല്ലാം കൊണ്ടുപോകുന്ന തത്വം, അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അതിനാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പം പുരുഷനുള്ളിലുള്ള പ്രേരക ശക്തി, ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനനുസരിച്ചാണ് പ്രകൃതിയാകുന്ന ഈ ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരുത്തന് പുനർജന്മം ഇല്ല. 125 എന്ത് പറയുന്നു? ചിലർ ധ്യാനിച്ചും ബുദ്ധി കൊണ്ടും. ചിലർ ധ്യാനിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അതിനെ മനസ്സിലാക്കി. പറഞ്ഞ കാര്യം പറഞ്ഞാലും വ്യക്തത വരില്ല. അപ്പം കേൾക്കുന്നവരിൽ ചിലർ ഈ കേട്ടതിനെ വെച്ച് മനസ്സിൽ ബുദ്ധി കൊണ്ടും ധ്യാനിച്ചു, അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് എന്തായിരിക്കും ഈ പറയുന്നതിൻ്റെ ഉദ്ദേശമെന്ന് ധ്യാനിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ആത്മാവിനെ അറിയുന്നു, ആ പരമാത്മാവിനെ അറിയുന്നു. ഇപ്പം ഇവിടെ ജീവാത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ ജീവാത്മാവ്. അപ്പം നമ്മളെ പ്രോഗ്രാം എന്ന് പറയുന്നത് ജീവാത്മാവ്. പരമാത്മാവിൻ്റെ ഒരു അംശമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പരമാത്മാവ് ഫുൾ പ്ലാൻ, നമ്മളത് അതിൻ്റെ ഒരു സബ് പ്ലാനുമാണ്. പരമാത്മാവോടെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. ഇവിടെ പറയുമ്പോൾ രണ്ടും തമ്മിൽ ഒന്ന് എന്ന നിലയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇത് ഉപനിഷത്തിലാണ് ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ നിലയിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ ചിലവരുണ്ട്. മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും, സാഖ്യയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ കണ്ടു, ബുദ്ധിപരമായിട്ട് ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കർമ്മമനുഷ്ഠിച്ച് രണ്ടും ചേർത്തുകൊണ്ട് കർമ്മവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് യോഗയിലൂട്ടിയെല്ലാം വേണമെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം. അങ്ങനെ സാഖ്യയോഗം കൊണ്ടും ചിലർ കർമ്മയോഗം കൊണ്ടും. കർമ്മയോഗം എന്ന് പറയുമ്പോൾ എല്ലാം ആ ബ്രഹ്മമാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തോടുകൂടി കർമ്മം ചെയ്യുക. അവരധികം അങ്ങനെ ബുദ്ധി കടന്ന് ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ശരിയാ, എല്ലാം അതാണ് ചെയ്യിപ്പിക്കുന്നത്, പിന്നെ ഞാൻ അതിൻ്റെ ചെയ്തു കൊടുക്കുക. അതിനായിക്കൊണ്ട് കർമ്മം കൊണ്ടും അതിനെ അറിയുന്നു. എൻ്റെ 26 എന്ത് പറയുന്നു? ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവും. ഒട്ടും ഇതൊന്നും പറഞ്ഞാൽ തലയ്ക്കരാത്ത ആൾക്കാർക്ക് ഇതറിയാതവർ പറഞ്ഞ് കേട്ടത് വെച്ച് ഉപാസിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപാസിക്കുന്നു. അതുപോലെ പ്രവർത്തിച്ചു പോകുന്നു. വേറെ ചിലർ അവർക്ക് ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാനില്ല. ആരെങ്കിലും പറയാം ഇങ്ങനെയല്ല നീ പോകുന്നു പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെയാണ് സത്സംഗത്തിലൂടെ എന്ത് പറയേണ്ടത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല, ആത്മാവൊന്നും മനസ്സിലായി, ഞാൻ എങ്ങനെ സന്യസിക്കാൻ പോകുന്നു? അപ്പം പറയാ ഒരു കാര്യം ചെയ്യും, നീ ബന്ധങ്ങളെല്ലാം ആദ്യം മറക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നീ എല്ലാ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് വരുന്നിട്ട്
അതിനത്തിന് മറ്റുള്ളതിലൊന്നും തല കൊടുക്കൽ, ഇങ്ങനെ ഉപദേശിക്കുകയാണ് സത്സംഗത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടവർ ഉപദേശിക്കുന്നവർ ചെയ്യേണ്ടത്. അവരും മരണത്തെ തരണം ചെയ്യുക. ആ വഴിയിലൂടെ പോയാലും അതിനൊന്നും മനസ്സിലാക്കാൻ പോകണ്ട, ഇന്ന നേരത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് നിനക്ക് സന്യാസിയാണോ ബ്രഹ്മസാക്ഷാത്കാരനോ, നീ നിൻ്റെ ആഗ്രഹങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക, നിൻ്റെ ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് നീ എവിടെന്നെങ്കിലും, അതാണ് ഉപനിഷത്തെല്ലാം പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ ഇത്ര ഉരുള ചോറ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, അധികം വാങ്ങാൻ പാടില്ല, വല്ല മൈതാനത്തിലെല്ലാം പോയി ബാക്കിയുള്ള സമയം കഴിച്ചു കിട്ടുക, ഇങ്ങനെയെല്ലാം ഉപനിഷത്ത് പറയുന്ന തരത്തിൽ പറഞ്ഞിട്ടും പോകാം. അത് ആണ് സത്സംഗത്തിൽ ഉപദേശിക്കേണ്ട വിഷയം. ഇനി 27 ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗത്താലാണ് സ്ഥാവര ജംഗമമായ എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത്. ക്ഷേത്രജ്ഞന്മാരുടെ, ഇപ്പം എൻ്റെ ശരീരത്തിൽ ഒരു ഞാനെന്ന ജീവാത്മാവുണ്ട്, വേറൊരാളുടെ ശരീരത്തിൽ അവരുടെ ജീവാത്മാവുണ്ട്. അപ്പം എൻ്റെ ജീവാത്മാവ് എനിക്ക് ചെയ്യേണ്ട ചില കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്, അവൻ്റെ ജീവാത്മാവ് അവൻ്റെ ചെയ്യേണ്ടതായ ചില കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യേണ്ട കർമ്മവും അതിനകത്തുണ്ടാവും. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുമ്പോഴാണ് ലോക പുരോഗതി ഉണ്ടാകുന്നത്, ഇവിടെ ഭൗതിക വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം ഒരാൾ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരാളുടെ ജോലി അവരുടെ ജീവാത്മാവിൻ അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്, അത് ഉണ്ടാക്കേണ്ട. വേറൊരാളുടെ അകത്തുള്ള ജോലി, ആ ജീവാത്മാവിൻ്റെ അയാൾക്ക് അനുവദിച്ചിരിക്കുന്ന ജോലി പച്ചക്കറികളെല്ലാം മുറിച്ചിടുകയാണ്. വേറൊരാളുടേതിൽ അരിയെല്ലാം കഴുകി അടുപ്പ് കത്തിക്കലാണ്. വേറൊരാളുടെ ജോലി ഇതെല്ലാം അടുപ്പത്തിട്ട് അതിനനുസരിച്ച് ഉപ്പും ഇതുമെല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പം ഇങ്ങനെയെല്ലാം ജോലി ഉണ്ടാക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൽ എന്തുണ്ടാകുന്നത്, മറ്റു ഭൗതിക വസ്തുക്കളെല്ലാം സ്ഥാവര ജംഗമമായ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം പല ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗത്താലാണ്, അവരെല്ലാം കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് സ്ഥാവര ജംഗമമായ എല്ലാ വസ്തു ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കെട്ടിടം പണിയുന്നുണ്ടെങ്കിൽ മേസ്തിരിയുടെ ജീവാത്മാവ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നു, കിട്ടിയ സിമെൻറ്റിനെ എല്ലാം വെച്ച് കല്ല് ആ പ്ലാനിൽ പറഞ്ഞ മാതിരി യോജിപ്പിക്കുന്നു. കല്ല് കൊണ്ടുവരുന്നവൻ കല്ലെടുത്ത് കൊണ്ടു കൊടുക്കുന്നു, സിമെൻറ്റ് കുഴച്ചു കൊടുക്കുന്നു. എൻജിനീയറിങ്ങിനെല്ലാം ഒരു അവൻ്റെ ജീവാത്മാവിൻ്റെ ജോലി ഇതിനെല്ലാം ഒരു മേൽനോട്ടം വഹിക്കുകയാണ്. ഇങ്ങനെ ഓരോ ആളുടെയും ജീവാത്മാക്കൾ, അതിനാണ് ക്ഷേത്രജ്ഞന്മാരെന്നെല്ലാം പറയുന്നത്. അവരുടെ സംയോഗത്താലാണ് ആ ക്ഷേത്രജ്ഞന്മാർ ആരുമായിട്ട് സംയോഗിക്കുന്നു, പുരുഷനായിട്ട്. പുരുഷൻ എന്നത് ഈ ശരീരവുമാണ്, മറ്റേ ശരീരമാണ്, ഈ പ്രപഞ്ചം മുഴുവനാണ്. ആ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും യോജിപ്പിച്ച് മറ്റുള്ള ജീവജാലങ്ങളുമായിട്ടെല്ലാം സഹകരിച്ചിട്ട് ഈ ഭൗതിക വസ്തുക്കളെയെല്ലാം പലതാക്കി മാറ്റി പുതിയ പുതിയ വസ്തുക്കളെല്ലാം നിർമ്മിക്കുക. അങ്ങനെയാണ് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം സൃഷ്ടിയുടെ തുടക്കം മുതൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംയോഗം കൊണ്ട് പുരുഷനും പ്രകൃതിയും, ആദ്യം പുരുഷനിൽ നിന്ന് ഒരു പ്രകൃതി ഉണ്ടാകുന്നു, അത് പ്രപഞ്ചമായി മാറുന്നു, പ്രപഞ്ചമായി മാറിയതിൻ്റെ ശേഷം മനുഷ്യനുണ്ടാകുന്നു. മനുഷ്യനെന്ന പ്രകൃതിയുടെ അകത്തും ഈ പുരുഷൻ ഇരുന്നു കൊണ്ട് അവനെക്കൊണ്ടും കുറേ കർമ്മങ്ങൾ ചെയ്യിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്നു. അപ്പം പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സംയോഗത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ അവന് പിന്നെ പുനർജന്മമില്ല. അത്ര എളുപ്പമല്ല ഇത് മനസ്സിലാക്കണം, സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് പോവുക. ഇനി 28 എന്ന് പറയുന്നത് സർവ്വ പ്രാണിവർഗത്തിലും സമനില കാണും. അവിടെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാണിവർഗം എന്ന് പറഞ്ഞാൽ കൊതുകിലടക്കം. അപ്പോഴും നമ്മൾ കാണുന്ന മനുഷ്യരിലെല്ലാം ബ്രഹ്മമായി കാണണം. ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഒന്നും കാണാൻ ശ്രമിക്കരുത്. എല്ലാത്തിലും സമനില കാണുക. എല്ലാ സ്ഥാവര ജംഗമ വസ്തുവിലും വർണ്ണിക്കുന്ന പരമേശ്വരനെ അറിയണം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിൻ്റെ എല്ലാം ഉള്ളിൽ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, ആ ബ്രഹ്മം, ആ പരമേശ്വരനെ അറിയണം. അതാണ് യഥാർത്ഥ ജ്ഞാനി. ശരിയായ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയെ മനസ്സിലാക്കുക, അതും ആ പ്രപഞ്ചവുമായി പ്രകൃതിയായിട്ടുള്ള ബന്ധങ്ങളെ മനസ്സിലാക്കുക. 29 ഈശ്വരൻ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു എന്ന് കരുതുന്നവൻക്ക് സ്വയം നാശമില്ല, മുക്തി നേടാം. അപ്പം ഈശ്വരൻ എല്ലായിടത്തും ഇങ്ങനെയൊരു ശക്തി വിശേഷമുണ്ട്, എന്നിലുമുണ്ട് എന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പിന്നെ അമ്പലത്തിൽ ദൈവത്തെ തേടെ അല്ലെങ്കിൽ പല തീർത്ഥ കേന്ദ്രങ്ങളിലൊന്നും ദൈവത്തെ അന്വേഷിച്ച് നടക്കില്ല. കാരണം എല്ലാം തന്നെ ഞാൻ തന്നെയാണ്, എന്നിൽ നിന്നുള്ളത് തന്നെയാണ് അവിടെയും ഉള്ളത്. അത് തന്നെയാണ് ഞാനായിട്ട് മാറിയത്, എന്നിൽ തന്നെ അത് ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പോയി അന്വേഷിക്കേണ്ട കാര്യം എന്താ? അപ്പം അതൊന്നും സാധാരണക്കാരൻ്റെ പരിധിയിൽ വരുന്നതല്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ ഇവർ സാധാരണക്കാരന് വിധിച്ചതല്ല. ഇപ്പം ഈശ്വരൻ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു എന്ന് കരുതുന്നവന് സ്വയം നശിക്കില്ല, അവന് മാത്രമേ മുക്തി കിട്ടുള്ളൂ. ഇനി 30, പ്രകൃതിയാണ് കർമ്മം ചെയ്യുന്നത്, ഈ ശരീരമാണ് കർമ്മം ചെയ്യുന്നത്, ആത്മാവൊന്നും ചെയ്യുന്നില്ല. അതിലുള്ള ആത്മാവൊന്നും ചെയ്യുക, ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ ഒന്നും ചെയ്യുന്നില്ല. സോഫ്റ്റ്വെയർ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ കമ്പ്യൂട്ടറാണ്. സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് ആടെ നിന്നിട്ട് അതിനെ പ്രേരിപ്പിക്കുന്നതേ ഉള്ളൂ. അത് കയറിയിട്ട് ഇങ്ങനെ കൈ അനക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതറിയുന്നവനാണ് ജ്ഞാനി. അതായത് ഞാനും എന്നിലാ നിയന്ത്രിക്കുന്ന ശക്തിയെ രണ്ടായി തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് ജ്ഞാനി. ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആ കമ്പ്യൂട്ടറുടെ ഹാർഡ്വെയറാണ്, അതിൻ്റെ അകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ തത്വം മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. എല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ചുറ്റും ചെയ്യുന്നില്ല, കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധിയല്ല അത്, കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഏതാണ്? അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമില്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒന്നും ചെയ്യില്ല, പട്ടപൂജ്യമാണ്. ആ തരത്തിൽ കാണണം. നമ്മൾ ഉള്ളിലൊരു പരമാത്മാവ് എന്ന പ്രേരക ശക്തിയും അതിൽ നിന്നുത്ഭവിച്ച ശരീരവുമുണ്ട്. ഈ തത്വം ആ പരമാത്മാവ് നേരിട്ടല്ല ചെയ്യുന്നത് പ്രകൃതിയാണ്. ഇതറിയുന്നവനാണ് ജ്ഞാനി. ഇനി 31, ഇവിടെ എപ്പോൾ ഒരു ജീവിയുടെ സത്ത, അതായത് നമ്മൾ അല്ലെങ്കിൽ പ്രകൃതി ഏക വസ്തുവിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, ഏതോ ഒരു വസ്തുവിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, അത് ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പരമാത്മാവിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വൃദ്ധി പ്രാപിക്കുന്നുവോ, ഈ സത്യം അറിയണം. നമ്മുടെ ഈ ശരീരം ഏതോ ഒരു പ്രേരക ശക്തി ഉള്ളിലുണ്ട്, അതിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയറിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എന്ന തത്വം അറിയുന്നവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. അതായത് നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മൾ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഇനി 32, ആദിയിലുള്ളത് അതെപ്പോഴുണ്ട്? പ്രപഞ്ചമുണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിലുണ്ട്. അത് തന്നെയാണ് നമ്മളിൽ എല്ലാം ആക്ട് ചെയ്യുന്നത്. നാശമില്ലാത്തവനാണ് ഈ പരമാത്മാവ്. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും യാതൊന്നും ചെയ്യുകയോ ഒന്നിനോടും ശക്തനാവുകയോ ചെയ്യുന്നില്ല. അതിന് കമ്പ്യൂട്ടറുമായിട്ട് നേരിട്ട്, അതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയറിന് കമ്പ്യൂട്ടറുമായിട്ട് നേരിട്ട്, ആ പ്രോഗ്രാമിന് നേരിട്ട് ഒരു ബന്ധമൊന്നുമില്ല അത് കാട്ടിക്കൂട്ടുന്നതിന്. പക്ഷെ ആ പ്രോഗ്രാമിൽ നിന്നുള്ള പേരിനെ അനുസരിച്ച് കമ്പ്യൂട്ടർ എന്തല്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രോഗ്രാമിന് അറിയാം ഇതെല്ലാം ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ നേരിട്ട് അതിന് ഈ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഒരു ബന്ധവുമില്ല. അതുപോലെ ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് ശരീരം ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ആ പരമാത്മാവല്ല ചെയ്യുന്നത്, ശരീരമാണ് ചെയ്യുന്നത്. പക്ഷേ പരമാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി 33, സൂക്ഷ്മത്വം മൂലം സർവവ്യാപിയായ ആകാശം
മലിനപ്പെടുന്നില്ല. സൂക്ഷ്മത്വം മൂലം അത്ര സൂക്ഷ്മമായിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ 7 ലോകങ്ങളുണ്ട്. ആ 7 ലോകങ്ങളിൽ ഓരോ ഗോളങ്ങളും അതിൻ്റേതായ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും അശുദ്ധമാകുന്നില്ല. നമ്മൾ അശുദ്ധിയുള്ള ഈ വായു, നമ്മളെ ഭൂമിയിൽ നിന്ന് അശുദ്ധമായ വായു, മലിന വായു എല്ലാം മുകളിലോട്ട് പോവുകയാണെങ്കിലും അതൊരു ആകാശത്തിൻ്റെ ഒരു പരിധിയിലാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറം കിടക്കില്ല. അതിൻ്റെ അപ്പുറത്ത് ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ. അതിനെ മലിനപ്പെടുത്തില്ല. നമ്മളിവിടുന്ന് എന്ത് വിഷവസ്തുക്കളും വായു മുകളിലേക്ക് വിട്ടാലും അതൊരു പരിധിയിലെത്തുമ്പോൾ അവിടെ നിൽക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആകാശം സ്വതന്ത്രമാണ്. ഓരോന്നിനും നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം വിധിച്ചിട്ടുണ്ട്, അവിടെ പോയി നിന്നുള്ളൂ. നമ്മൾ തന്നെ വേസ്റ്റ് കളയാൻ ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ കളഞ്ഞുള്ളൂ. അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളും അതതിൻ്റേതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അത് മലിനപ്പെടുന്നില്ല. അപ്രകാരം തന്നെ ദേഹത്തിൽ സർവം വ്യാപിച്ച ആത്മാവും മലിനപ്പെടുന്നില്ല. പക്ഷേ ആ ദേഹത്തിൽ സർവ്വയിടത്തും ഈ ആത്മാവുണ്ട്. ആത്മാവിൻ്റെ പ്രേരണയാലാണ് എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നതെങ്കിലും അത് മലിനപ്പെടില്ല. അത് സോഫ്റ്റ്വെയറിന് മലിനപ്പെടുന്നില്ല. സോഫ്റ്റ്വെയർ മലിനപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ വൈറസ് കയറുന്നതെന്നെല്ലാം പറയുന്നത് ഉണ്ട്. പക്ഷെ ഇതതുപോലെയല്ല, അങ്ങനെ ആയിക്കളയരുത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ വൈറസ് കയറിയിട്ട് സോഫ്റ്റ്വെയറിനെ നശിപ്പിച്ചു. പക്ഷേ ഇവിടെ ഈ സോഫ്റ്റ്വെയറിന് മലിനപ്പെടില്ല. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളുണ്ടാക്കിയതിന് സോഫ്റ്റ്വെയർ വൈറസ് കയറും. പക്ഷെ ഇതിൻ്റെ ആ സോഫ്റ്റ്വെയറിന്, ആ പരമാത്മാവിന് ആർക്കും അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റില്ല. ഈ 34 സൂര്യൻ തനിക്ക് എങ്ങനെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു? സൂര്യനാണ് ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നത്. അതുപോലെ ദേഹത്തിൽ വർത്തിക്കുന്ന പുരുഷൻ ദേഹത്തെ പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ആ ശക്തി വിശേഷമാണ് ദേഹത്തെ പ്രകാശിപ്പിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയറാണ് ആ കമ്പ്യൂട്ടറിനെ ആക്ടിവേറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. 35 ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസത്തെയും ഭൂതപ്രകൃതികളുടെ മോക്ഷത്തെയും ജ്ഞാനദൃഷ്ടിയിൽ അറിയുന്നവൻ പരമഗതിയെ പ്രാപിക്കുന്നു. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം അറിയണം. നമ്മളെ ശരീരം എന്ന് പറയുന്നത്, നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ ശരീരം മുഴുവൻ ഞാനാണ്. ഞാനല്ലാതെ ഒന്നും ഇല്ലാത്തില്ല. അതല്ല, ഈ ശരീരത്തിൻ്റെ അകത്തൊരു സംഗതിയുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു പ്രോഗ്രാമുണ്ട്, ഒരു പരമാത്മാവുണ്ട്. അത് മനസ്സിലാക്കണം. ആ പരമാത്മാവാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയറാണ് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആ സോഫ്റ്റ്വെയറിനുള്ള അനുസരിച്ചേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. വിൻഡോസിൽ വർക്ക് ചെയ്യുന്നത് വേറെ ചില സോഫ്റ്റ്വെയറുകളുണ്ടല്ലോ, അതിലൊന്നും വർക്ക് ചെയ്യില്ല. വിൻഡോസിൽ വർക്ക് ചെയ്യുന്നത് വിൻഡോസിൽ. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പരമാത്മാവുണ്ട്. ആ പരമാത്മാവിനനുസരിച്ച് ശരീരം വർക്ക് ചെയ്യുള്ളൂ. ആ പരമാത്മാവിനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയേണ്ടത്. അതിനെപ്പറ്റി അറിയുന്ന കാര്യം ആൾക്കാർക്കെല്ലാം അത് പറയാം, ആ ജ്ഞാനം നേടിയവരെ. അതിൻ്റെ നിന്നുണ്ടായതാണ് ഈ ക്ഷേത്രം, ഈ ശരീരം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതായത് നാം എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിയല്ല, അതിൻ്റെ ഉള്ളിൽ വേറൊരു ലക്ഷ്യമുണ്ട് എന്ന വ്യത്യാസം മനസ്സിലാക്കണം. ഭൂതപ്രകൃതികളുടെ മോക്ഷത്തെയും ഇതിനെയെല്ലാം എങ്ങനെ മോക്ഷം പ്രാപിച്ചൊരു ബ്രഹ്മസാക്ഷാത്കാരം വേണ്ട. പ്രകൃതിയുടെ മോക്ഷം. പ്രകൃതി എപ്പോഴാണ് മോക്ഷം പ്രാപിക്കുന്നത്? പ്രകൃതി മുഴുവൻ പോയിട്ട് ബ്രഹ്മത്തിൽ പ്രളയ സമയത്ത് നശിക്കുമ്പോൾ. ഇത് ജ്ഞാനദൃഷ്ടിയിൽ അറിയുന്നവൻ പരഗതിയെ പ്രാപിക്കും. ഈ പ്രകൃതി തന്നെ ഒരു നാൾ പുരുഷനിൽ പോയി അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ പോയി ലയിക്കും. നമ്മുടെ ആത്മാവും അതുതന്നെയായി മാറും. അപ്പോൾ നമുക്കും അതായി മാറണം. അപ്പം നമ്മളെ ജീവാത്മാവും പരമാത്മാവും കൂടി ഒന്നാവുക. ഇല്ലെങ്കിൽ നമ്മളെ ഞാനെന്ന ചിന്ത ഇല്ലാതായിട്ട് എല്ലാം ആ ബ്രഹ്മമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തുക. ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്.
അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ഞാനെന്ന ചിന്ത ഇല്ലാതാകണം, ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കണം. അപ്പോൾ എന്നിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും ഇല്ല. ആ ഞാൻ ബ്രഹ്മമായിട്ട് മാറും.